പടം മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ ഫോണിൽ കൊച്ചു സ്ക്രീനിലൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഈ ഡോൾബി തന്നെ ഇരുന്ന് കാണണം. മഞ്ജു വാര്യർ ഊമയായിട്ട് അഭിനയിച്ച് തകർത്തു. ഫൂട്ടേജ് അല്ലേ? ഫൂട്ടേജ് നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. കാരണം 2-3 കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. പിന്നെ ആയിരുന്നു, പക്ഷെ വൈശാഖും ഗായത്രിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ കുറച്ച് നേരം, ആദ്യത്തെ കുറേ നേരം കണ്ടപ്പോൾ ഇത് വല്ല കമ്പിപ്പടം കാണുന്ന അമ്മാതിരി സത്യം അമ്മാതിരിയുള്ള ഒരുപാട് സീനുണ്ട്. ഫുൾ ന്യൂഡായിട്ടുള്ള സീനുകളുണ്ട്. അതുകൊണ്ടാണ് A സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ തിയേറ്ററിലെ തണുപ്പിനുള്ളിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉണർത്തി ഉദ്ധാരണം ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട്. മഞ്ജു വാര്യർക്ക് ഇതിൽ ഒരു റോളും ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം വൈശാഖം ഗായത്രി അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്, അതിൻ്റെ സൗണ്ട്, അതൊക്കെയാണ് ഈ സിനിമയുടെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല ക്ഷമയുണ്ടെങ്കിലേ, കാരണം വെറും 2 കഥാപാത്രങ്ങളെ വച്ചിട്ടൊക്കെയുള്ള സിനിമ അങ്ങനെയല്ല. ഈ ഇതിൽ കാണിക്കുന്ന ആ രീതിയിൽ നമ്മുടെ ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ക്യാമറയിൽ കൂടെ നമ്മൾ കാണുന്ന കാഴ്ചയായിട്ടാണ്.